തനിക്ക് 8 പോയിന്റുകളാണ് പറയാനുള്ളത്. ആ പോയിന്റുകൾ ദയവായി കോടതി കേൾക്കണമെന്നാണ് കെജ്രിവാളിന് വേണ്ടി ഹാജരാകുന്ന സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി ആവശ്യപ്പെടുന്നത്. ഇത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ് ഈ അറസ്റ്റ്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമാണ് ഈ അറസ്റ്റ് ഉണ്ടായത്. ഇത് നിയമവിരുദ്ധമാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന ഘടനയ്ക്ക് തന്നെ എതിരാണ്. തന്നെയും തൻ്റെ പാർട്ടിയെയും നിശബ്ദരാക്കാനാണ്, അതായത് അരവിന്ദ് കെജ്രിവാളിനെയും AAP-യെയും ആം ആദ്മി പാർട്ടിയെയും നിശബ്ദനാക്കാൻ, തെരഞ്ഞെടുപ്പ് കാലത്ത് നിശബ്ദമാക്കാൻ വേണ്ടിയാണ് ഈ അറസ്റ്റ് എന്നുമാണ് അഭിഷേക് മനു സിംഗ്വിയുടെ വാദം. രേഖകൾ പരിശോധിച്ച ശേഷം വേണം അറസ്റ്റ് എന്നാണ് നിയമം, ഈ കള്ളപ്പണ നിരോധന നിയമം. പക്ഷേ അതിനും വിരുദ്ധമാണ്. ഇത് ഒരു രേഖകളും പരിശോധിക്കാതെയാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. സാധാരണഗതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ സമൻസ് നൽകി വിളിച്ചു വരുത്തുകയും അതിനുശേഷം മൊഴി രേഖപ്പെടുത്തുകയും വേണം. പക്ഷേ അത്തരമൊരു നടപടിക്രമം ഇതിൽ ഉണ്ടായിട്ടില്ല എന്നും അഭിഷേക് മനു സിംഗ്വി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു ദിവസത്തെ കസ്റ്റഡി പോലും നിയമവിരുദ്ധമാണ് എന്നാണ് പല കേസുകളിലും സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റ്, ഇത്രയും ദിവസത്തെ കസ്റ്റഡിയിലുള്ള ഈ അറസ്റ്റ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വിട്ടയക്കണം എന്നുമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത്. ഈ ഹർജിയുടെ പകർപ്പ് വൈകിയാണ് ലഭിച്ചത്. അതുകൊണ്ട് വാദം പറയാൻ, മറുപടി നൽകാൻ കൂടുതൽ സമയം ആവശ്യമാണെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിൽ പറഞ്ഞത് ഇന്നലെ നൽകിയ ഹർജിയിൽ തെറ്റുകളുണ്ടായിരുന്നു, പിഴവുകളുണ്ടായിരുന്നു. ആ പിഴവുകൾ തിരുത്തിയതിനു ശേഷം ഇന്നലെ രാത്രിയോടെ തന്നെ സോളിസിറ്റർ ജനറലിന്, അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവിന് ഈ ഹർജി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ആവശ്യമില്ല എന്ന കാര്യവും അദ്ദേഹം ഉയർത്തുകയും ചെയ്തു. അവസാന നിമിഷമാണ് ഈ ഹർജി ലഭിച്ചതെന്നും അതുകൊണ്ട് മറുപടി നൽകാൻ കൂടുതൽ സമയം വേണം എന്ന ACയുടെ ആവശ്യത്തിനാണ് ഇത്തരമൊരു മറുപടി. വിശദമായ മറുപടി സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട് എന്നാണ് ED വ്യക്തമാക്കിയത്.